ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ് മൈ ഡിയർ സ്വത്ത് കുട്ടികളെ. ഇന്നൊരു അടിപൊളി സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗോസ്റ്റ് റൈഡർ സിനിമയിലെ നായകൻ അഭിനയിച്ച 2011 റിലീസ് ചെയ്ത സീക്കിംഗ് ജസ്റ്റിസ്. തന്റെ ഭാര്യയെ ഒരു റേപ്പിസ്റ്റ് ഉപദ്രവിക്കുന്നു. അയാളോട് പ്രതികാരം ചെയ്യാൻ ഹീറോ ആഗ്രഹിക്കുമ്പോഴാണ് വഴിയെ പോയൊരുത്തൻ ഹീറോയെ സഹായിക്കാന്ന് പറയുന്നു. ആ സഹായം വലിയൊരു വിനയായിട്ട് മാറും. അതിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ആരെയോ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആള് പേടിച്ച് ഇതറിഞ്ഞാൽ അവരെന്നെ കൊല്ലും, എനിക്ക് മുഴുവൻ പറയാൻ കഴിയില്ല, എന്നെ വിട്ടേക്കൂ, എനിക്ക് 2 പിള്ളേരുള്ളതാ, ഞാൻ അറിയാതെ ഇതിൽ ചെന്ന് പെട്ടുപോയതാണ്, എന്നെ വിട്ടേക്കൂ എന്നയാൾ പറയുന്നുണ്ട്. എന്നാലും ചെറിയ ചില ഇൻഫർമേഷനുകൾ ഈ ബാബുമോൻ ആ ഇന്റർവ്യൂവറിന് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇയാള് കാറെടുത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഒളിച്ചിരുന്ന ഒരു SUV കാരൻ ഈ ബാബുമോന്റെ വണ്ടി ഇടിച്ച് അയാളെ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ താഴത്തേക്ക് വീഴ്ത്തുന്നു. കാറോടുകൂടി പുള്ളി താഴെ വീണ് മരണപ്പെടുകയാണ്. റൂഫ് പാർക്കിങ്ങിലായിരുന്നു ഇവരെ കാറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടിച്ചിട്ട് കൊല്ലാൻ എളുപ്പമായി. ഇപ്പൊ അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയും ഹീറോയിനും അവരെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. അവരങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ ഈ ബാബുമോൻ മരണപ്പെട്ട വിവരം TV-യിൽ ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാറ് സ്ലിപ്പായി വീണതെന്നറിയില്ല, കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയില്ല. ഇതൊരു അൺറിസോൾവ്ഡ് കേസാണെന്ന് സ്ഥലത്തെ പ്രധാന പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഹീറോ ഉള്ള ബാറിലെ ബാർടെൻഡർ പറയും, ഈ നാട്ടിലിപ്പോൾ ഒരുപാട് അൺറിസോൾവ്ഡ് കേസുകളായി, നാടൊരു നരകമായി തീരുമെന്നാണ് എൻ്റെ പേടി. ഇത് കേൾക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ പറയും, ഇന്നീ നാട് നരകമായാലും സ്വർഗമായാലും നമ്മൾ ഡാൻസ് ചെയ്യാൻ പോവാം, നമ്മുടെ ആഘോഷ ദിവസമാണെന്ന്. ഇതും പറഞ്ഞവർ കുറെ സമയം ഡാൻസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഹീറോയുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഭാര്യയുമായിട്ടാണ് വരുന്നത്. അവരും ഹീറോയെ വിഷ് ചെയ്യുന്നു. ഒപ്പം ഈ ജോഡികൾ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷത്തെ വിവരിക്കാൻ പറയും. ഹീറോ ഒരു ടീച്ചറാണ് കോളേജിൽ. ഇടയ്ക്ക് മോശപ്പെട്ട പിള്ളേരെന്ന് മുദ്ര കുത്തി പഠിപ്പിക്കാതെ ജയിലിലൊക്കെ കടന്നിട്ടുള്ള പിള്ളേർക്ക് പോലും ഹീറോ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അത് കണ്ടിട്ടാണ് ഭാര്യ ഇംപ്രസ്സായി ഹീറോയെ പ്രണയിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ 6 വർഷങ്ങളായി, കുട്ടികളില്ല. എന്നാലും ഈ കപ്പിൾ ഒരുപാട് ഹാപ്പിയാണ്. അന്ന് രാത്രി ഹീറോ തന്റെ ഭാര്യയ്ക്ക് ഒരു നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കും. അവനത് എപ്പോഴും അവളുടെ കഴുത്തിൽ വേണമെന്ന് പറഞ്ഞ് അണിയിച്ചു കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് പതിവ് പോലെ ഹീറോ സ്കൂളിലേക്ക് പോകുന്നു. കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതിലൊരു വെടക്ക് ചെറുക്കൻ എന്ത് പറഞ്ഞാലും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഹീറോയുടെ ക്ലാസ് ശ്രദ്ധിക്കില്ല. അവനെ ഹീറോ ചീത്ത പറയുന്നുണ്ട്. നമ്മുടെ ഭാര്യ പെണ്ണാണെങ്കിൽ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പിലെ വയലിനിസ്റ്റാ. അവളെ ജോലി സ്റ്റുഡിയോയിലാണ്. ഹീറോ ക്ലാസ് കഴിയുമ്പോൾ തന്റെ കൂട്ടുകാരനൊപ്പം ഒരു ചെസ് ക്ലബിലേക്ക് വന്ന് കുറച്ച് സമയം ചെസ് കളിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോവുക. ഇവിടെ ഭാര്യ സ്റ്റുഡിയോയിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി കാറിൽ കയറുമ്പോൾ ഒരാൾ ഗണ്ണ് കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി കാറിന് വെളിയിലിറക്കും. എന്നിട്ട് കാറിന്റെ പിറക് സീറ്റിലിട്ട് അവളെ നെക്ലസും വലിച്ചൂരി ഒരുപാട് ഉപദ്രവിച്ച് ആ കാറിൽ വെച്ചെന്നെ റേപ്പ് ചെയ്യാണ്. ആ സമയത്ത് ചുറ്റും ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാക്ഷി മൊഴി പറയാൻ ആരുമില്ല. പോലീസുകാർക്ക് സാക്ഷികളെ കിട്ടിയിട്ടില്ല. ഹീറോ ചെസ് ഗെയിം എല്ലാം കളിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഭാര്യയ്ക്ക് അപകടം പറ്റിയ വിവരം അറിയുന്നത്. ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരിക്കും. ഒരുപാട് മർദ്ദനേറ്റിട്ടുണ്ട്. വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അത് കണ്ട് ഹീറോയ്ക്ക് സഹിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. ദേഷ്യവും സങ്കടവും വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും ഭാര്യയുടെ കൂട്ടുകാരിയും കാണാൻ വരുന്നത്. ഹീറോയുടെ ക്ലോസ് ഫ്രണ്ടാണ് അയാൾ വന്ന് ഹീറോയെ സമാധാനിപ്പിച്ച് അവൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാന്ന് പറയും. എന്ത് വേണമെങ്കിലും നീ എന്നെ വിളിച്ചോളൂ. അപ്പൊ ഹീറോ, ഇപ്പൊ സഹായമൊന്നും വേണ്ട, നീ വീട്ടിലേക്ക് പോയിക്കോ, ഒരുപാട് ലേറ്റായി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ അറിയിക്കാന്ന് പറയും. അങ്ങനെ കൂട്ടുകാരൻ പോകുന്നു. അത് കഴിഞ്ഞ് ഹീറോ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുന്ന സമയത്ത് ഒരു മൊട്ട കോട്ട്മാൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഹീറോയുടെ അടുത്ത് വന്നിരുന്നിട്ട്, നിങ്ങളെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്, അതിൽ ഞാൻ ഖേദിക്കുന്നു, ഇപ്പൊ അവർക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഇത് കേട്ട ഉടനെ ഹീറോ, നിങ്ങൾ ആരാ, പോലീസുകാരനാണോ, നിങ്ങൾക്ക് എന്നെ അറിയാമോ, എന്തുകൊണ്ടത് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് നിങ്ങളെ നേരിട്ട് പരിചയമില്ല, പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഭാര്യയ്ക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങളെ ഭാര്യ ഉപദ്രവിച്ച ആള് കുറച്ചു നാൾ മുന്നെയാണ് പരോളിന് ഇറങ്ങിയത്. അവൻ ഇതിനു മുൻപും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അവനത് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവന്റെ കാര്യത്തിന് ഞങ്ങളൊരു തീരുമാനം എടുത്തു തരാം, ഞങ്ങൾ അവന്റെ കാര്യം തീർത്തു തരാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നിങ്ങൾ എന്താണ് പറയുന്നത്, പോലീസിൽ അറിയിച്ച് അവനെ കൊടുക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? അത് കേൾക്കുമ്പോൾ മൊട്ടമാൻ പറയും, പോലീസിൽ അറിയിച്ചാൽ DNA ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ തന്നെ ഒരു 6 മാസം എടുക്കും. പിന്നെ നിങ്ങളെ ഭാര്യയെ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും വലിച്ചഴക്കേണ്ടി വരും. മീഡിയ അറിയും, അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് ഇവൻ അറസ്റ്റിലായാലോ 1-2 വർഷത്തിൽ പുറത്തിറങ്ങുകയും ചെയ്യും. വീണ്ടും അവനിത് ആവർത്തിക്കും. പോലീസിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല.
അപ്പൊ ഹീറോ ചോദിക്കും നിങ്ങൾ ആരാണെന്ന്. അയാൾ പറയും എന്റെ പേര് സൈമൺ, ഞങ്ങൾക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്, കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കുക, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക, എന്നാൽ അത് ലീഗലായിട്ടല്ല, ഇല്ലീഗലായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ പണമൊന്നും തരണ്ട, ഞങ്ങൾക്ക് തിരിച്ച് എന്തെങ്കിലും സഹായം ചെയ്തു തന്നാൽ മതി. ഒരു ചെറിയ സഹായം ഞങ്ങൾ ചോദിക്കും, എപ്പോഴെങ്കിലും ഒരു സെക്യൂരിറ്റി ക്യാമറ പൊട്ടിക്കുകയോ ഒരു ഫോൺ വിളിക്കുകയോ ആരെങ്കിലും ഏതെങ്കിലും ഒരാളെ കുറച്ച് സമയത്തേക്ക് നോക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തു തന്നാൽ മതി. ഞങ്ങൾ ഉപദ്രവകാരികളല്ല, ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നവരാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രതികാരം ഞങ്ങൾ തീർത്തു തരണോ? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും ഇല്ല വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനിത് ലീഗലായിട്ട് തന്നെ തീർത്തോളാം. അത് കേൾക്കുമ്പോൾ സൈമൺ, ആ മൊട്ട കോട്ട്മാൻ, അയാൾ പറയും എന്നാ ശരി, നിങ്ങൾക്ക് സഹായം ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് വെച്ചോളൂ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോകാൻ നിൽക്കുമ്പോൾ ഹീറോയുടെ മനസ്സ് മാറും. ഒന്ന് നിൽക്കണേ, എനിക്ക് ഒന്നുകൂടെ ആലോചിക്കാനുണ്ട്. അപ്പൊ ആ മൊട്ട സൈമൺ വന്നിട്ട് പറയും നിങ്ങൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഈ ഡീലിന് ഉറപ്പാണെങ്കിൽ കാഫ്റ്റീരിയയിൽ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്, അതിൽ 2 ചോക്ലേറ്റ് വാങ്ങിക്കുക, അത് മാത്രം ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ ശരി മിസ്റ്റർ ജെറാർഡ്, വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് സൈമൺ ഇറങ്ങിപ്പോവും. ഹീറോ നേരെ ഭാര്യയുടെ മുറിയിലേക്ക് വരുന്നു. അവളുടെ അവസ്ഥ കാണുമ്പോൾ അവന് പ്രതികാരം അടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ ഡീലിന് സമ്മതിക്കാം, ഉറപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ കാഫ്റ്റീരിയയിലേക്ക് വരുന്നു. അവിടെ മറ്റൊരു മൊട്ട ഇരിപ്പുണ്ട്. അയാളുമായിട്ട് ഹീറോയ്ക്ക് ബന്ധമൊന്നുമില്ല, കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഹീറോ വെൻഡിങ് മെഷീനിൽ പണമിട്ട് 2 ചോക്ലേറ്റ് വാങ്ങിക്കും. ഒരു സെക്യൂരിറ്റിക്കാരൻ അവിടെയുണ്ട്, അതൊരു സാധാരണപ്പെട്ട മനുഷ്യനാണ്, അയാൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. എന്നാൽ ആ മൊട്ടയെ ഇപ്പൊ കാണുന്നില്ല. ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ആ മൊട്ടയെ കാണുന്നില്ല. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഹീറോയുടെ ഭാര്യയെ ഉപദ്രവിച്ച ആള്, അയാൾ തന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഭാര്യയുടെ കഴുത്തിന്ന് പൊട്ടിച്ച ആ മാലയുമായി വീട്ടിൽ വന്ന് 2 പെഗ്ഗൊക്കെ അടിച്ച് സന്തോഷത്തോടെ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു ഗുണ്ടു പയ്യൻ വന്ന് ഈ റേപ്പിസ്റ്റിന്റെ തലയ്ക്ക് തോക്ക് വെക്കുന്നു. അയാൾ ഞെട്ടി എഴുന്നേറ്റ് നീ ആരാ, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഈ ഗുണ്ടു പയ്യൻ പറയും ഇന്ന് വൈകിട്ട് നീ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചില്ലേ, ഞാൻ അതിന്റെ പ്രതികാരത്തിന് വേണ്ടി വന്ന. അപ്പൊ ആ റേപ്പിസ്റ്റ് ചോദിക്കും അതാരാ, തന്റെ ഭാര്യയാണോ, അതുകൊണ്ടാണോ താൻ എന്നെ കൊല്ലാൻ വന്ന? അപ്പൊ ഈ ഗുണ്ടു പയ്യൻ പറയാണ് അതെന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യയ്ക്കും ഇതുപോലൊരു സംഭവം 3 മാസം മുന്നേ ഉണ്ടായിരുന്നു, നിന്നെപ്പോലൊരു തെണ്ടിയാണ് അതും ചെയ്തത്, അതിന്റെ കണക്ക് നേരത്തെ തീർന്നു, ഈ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടുപയ്യൻ ആ റേപ്പിസ്റ്റിന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊന്നുകളയും. എന്നിട്ട് മെല്ലെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആരെയോ വിളിച്ച് ദ ഹംഗ്രി റാബിറ്റ് ജംസ് എന്നുള്ള കോഡ് വേർഡ് പറയും. അതോടെ ആ പരിപാടി തീർന്നു. പിറ്റേന്ന് ഹീറോയ്ക്ക് ഒരു പാഴ്സൽ വരുന്നു. ഒരാൾ ഇൻഷുറൻസ് ഫോമാന്ന് പറഞ്ഞിട്ടാണ് ആ പാഴ്സൽ കൊടുക്കുക. ഹീറോ തുറന്നു നോക്കുമ്പോൾ ഈ റേപ്പിസ്റ്റിനെ കൊന്ന ഫോട്ടോയും തന്റെ ഭാര്യയുടെ നെക്ലസും ഉണ്ടാവും. അത് കണ്ടു ഞെട്ടി ഹീറോ ആ പാഴ്സൽ തന്ന ആളെ നോക്കുമ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞു. എന്തായാലും ഹീറോയുടെ ആവശ്യം അവിടെ നടന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് ബോധം വരുമ്പോൾ ഹീറോ ആ റേപ്പിസ്റ്റ് മരണപ്പെട്ടു, അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസുകാർ പറയുന്നത്, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കും. അവളുടെ ഹെൽത്ത് ഓക്കെ ആവുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഭാര്യ പേടിച്ച ട്രോമ അവസ്ഥയിലാണ്. ആ റേപ്പിസ്റ്റ് മരണപ്പെട്ടില്ലേ, ഇനി എന്തിനാ നീ പേടിക്കണേ, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, സമാധാനിക്കെന്നും പറഞ്ഞ് ഹീറോ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഭാര്യ നമ്മുടെ വീടിന് പുതിയൊരു ലോക്ക് പണിയണം, പിന്നെ എല്ലാ വിൻഡോയിലും അയൺ റോഡുകൾ ഫിക്സ് ചെയ്യണം, എനിക്ക് ആരെയും വിശ്വാസമല്ല, പേടിയാണ്, ഈ വീട് സെക്യൂർഡ് ആക്കണം എന്ന് പറയും. ഹീറോ സമ്മതിക്കും, ഞാൻ ഈ വീട് മുഴുവനായിട്ട് ലോക്ക് ചെയ്യാം, നീ പേടിക്കണ്ട. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് കഥ ആരംഭിക്കുന്നത്. ഇപ്പൊ ഹീറോ വീടിന് പുതിയ ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ കഥവടക്കി എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴും പേടിയാ, ആ ട്രോമ വിട്ടുപോയിട്ടില്ല. എന്നാൽ ഹെൽത്ത് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അവൾ ഭക്ഷണം കഴിക്കാൻ നേരം ഹീറോയോട് പറയും എനിക്കൊരു തോക്ക് വാങ്ങിക്കണം എന്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പൊ ഹീറോ ഇല്ല, നമ്മൾ ഈ വീട്ടിൽ തോക്ക് കൊണ്ടുവരാൻ പാടില്ല, 2 പേർക്ക് ആപത്താ, നമുക്ക് തോക്ക് വേണ്ട എന്ന് പറയും. എന്നാൽ ഭാര്യയ്ക്ക് തോക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, അവൾക്ക് ഷൂട്ടിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോഴും മനസ്സിൽ ആ പേടി വിട്ടുപോകാത്തതുകൊണ്ട് അവൾ ഷൂട്ടിംഗ് പഠിക്കുകയും ചെയ്യും, ഒപ്പം ഹീറോ അറിയാതെ ഒരു തോക്ക് വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യും. ചെറിയ ചില അവസര പ്രയോഗങ്ങൾക്ക് വേണ്ടി ഒരു പെപ്പർ സ്പ്രേയും വാങ്ങിച്ച് തന്റെ ബാഗിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുക, കോലുകുത്തി പന്തുരുട്ടി കളി അത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. ജെറാൾഡ്, എനിക്ക് നിന്നോട് സംസാരിക്കണം, ഇത് സൈമൺ ആണ്, വേഗം പുറത്തേക്ക് വരും. ഹീറോ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ചെല്ലും. അടുത്തൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിനകത്തേക്ക് പോയിട്ട് ഒരു പാക്ക് ഗമ്മ് വാങ്ങിക്കാൻ പറയും. അതേപോലെ ഹീറോ ഒരു പാക്ക് ഗമ്മ് വാങ്ങിക്കുന്നു. ആ ഷോപ്പിന്റെ 2ാമത്തെ വഴിയിലൂടെ പുറത്തേക്ക് വരണം. ഇവൻ പുറത്ത് ചെല്ലുന്നു. അവിടെ ഒരു കാർ നിൽപ്പുണ്ട്. ആ കാറിനകത്തുനിന്ന് സൈമൺ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, കാറിനകത്തേക്ക് കയറുമെന്ന് പറയും. ഹീറോ കാറിൽ കയറുമ്പോൾ നിങ്ങൾ തിരിച്ചുള്ള പ്രത്യുപകാരം ചെയ്യേണ്ട സമയമായി. നാളെ ഞാൻ പറയുന്നൊരു സൂവിലേക്ക് നിങ്ങൾ പോകണം. ജോലി കഴിഞ്ഞ് അവിടെ എൻട്രൻസിൽ ഒരു മെയിൽ ബോക്സ് ഉണ്ടാവും. കറക്റ്റ് 4:15 നിങ്ങൾ ഈ പോസ്റ്റ് കാർഡുമായിട്ട് ആ മെയിൽ ബോക്സിന്റെ അടുത്തേക്ക് പോവുക. ബാക്കിയുള്ളത് ഞാൻ ആ സമയത്ത് പറയാം. അപ്പൊ ഹീറോ ഈ പോസ്റ്റ് കാർഡ് ആർക്കാണെന്ന് ചോദിക്കും. അത് സാന്റാ ക്ലോസിനാണെന്ന് സൈമൺ പറയും. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ ഗ്രൂപ്പിന് നിങ്ങൾ കടമപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജോലി മടി കൂടാതെ ചെയ്യുന്നും പറഞ്ഞ് അയാൾ ഹീറോയെ പറഞ്ഞോടും. ഹീറോ ക്ലബിലേക്ക് തിരിച്ചു വന്ന് ഭാര്യയോട് നമുക്ക് പോകാം, ഇനിയും ലേറ്റ് ആക്കണ്ട, എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകും. പിറ്റേന്ന് ജോലി
ജോലി കഴിഞ്ഞ് ഈ സൈമൺ പറഞ്ഞതുപോലെ തന്നെ ആ സൂവിന്റെ ഫ്രണ്ടിലുള്ള മെയിൽ ബോക്സിന്റെ അടുത്തേക്ക് ഹീറോ പോകുന്നു. മെയിൽ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ അടുത്ത കോള് വരുന്നത്. തന്റെ കയ്യിലുള്ള ആ മെയിൽ ലെറ്റർ അത് തുറന്നു നോക്കാൻ പറയും. അപ്പൊ അതിൽ 2-3 പെൺകുട്ടികളുടെ ഫോട്ടോയും ഒരു ആണിന്റെ ഫോട്ടോയും ഉണ്ട്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് പിന്നീട് പറയാം. ഇപ്പൊ ടിക്കറ്റ് വാങ്ങിച്ച് ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണും 2 കുട്ടികളും വരും. അവരെ ഫോളോ ചെയ്ത് പോവുക. അവരെ പുറകെ ആ പടത്തിൽ കാണുന്ന ആള് വരികയാണെങ്കിൽ അവനോട് ദ ഹംഗ്രി റാബിറ്റ് ജംപ്സ് എന്ന് പറയണം. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പ പറയാന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ചീന്തി കളയാൻ പറയും. ഹീറോ ആ ഫോട്ടോ എല്ലാം ചീന്തി കളഞ്ഞിട്ട് ആ ഫോട്ടോയിൽ കണ്ട സ്ത്രീയെയും കുട്ടികളെയും കാത്തിരിക്കുക. അവർ സൂവിലേക്ക് വരും. അവരെ ഹീറോ കാണുന്നുണ്ട്. എന്നാൽ ആ ഫോട്ടോയിൽ കണ്ട പുരുഷനെ കാണുന്നില്ല. ആ സമയത്ത് ഹീറോയെ ആരോ വീഡിയോ എടുക്കുന്നുണ്ടാവും. ഇതും ഹീറോയ്ക്ക് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഈ പെണ്ണും ആ പെണ്ണിന്റെ കുട്ടികളും പോകുന്നത് വരെ ഹീറോ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവസാനം വരെയും ഫോട്ടോയിൽ കണ്ട മറ്റേ പുള്ളിയെ കാണുന്നില്ല. അവര് പോയി കഴിയുമ്പോൾ ഹീറോ വീണ്ടും തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് പതിവ് പോലെ തന്നെ സ്കൂളിലേക്ക് വരുന്നുണ്ട് ക്ലാസ് എടുക്കാൻ. അപ്പൊ ബോർഡിലായി ഈ സൈമന്റെ പുതിയ നമ്പർ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹീറോ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ക്ലാസ് ബോർഡിൽ. ഉടനെ ആ നമ്പറിലേക്ക് ഹീറോ വിളിച്ചിട്ട് എന്റെ ക്ലാസ് മുറി വരെ നീ വരേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞല്ല ഞാൻ ചെയ്തില്ലേ, ഇനിയും നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. സൈമൺ പുറത്തേക്ക് വരാൻ പറയും. അവനോട് കാത്തിരിപ്പുണ്ട്. സൈമൺ ഹീറോയെ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു, എന്നാൽ ആ ഫോട്ടോയിൽ കണ്ട ആള് അവിടെ വന്നിട്ടില്ല. ഈ ഹെൽപ്പിന്റെ തുടക്കം മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ജോലി പൂർണ്ണമായിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയ ഉപകാരമല്ലേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ചെയ്ത എത്രയോ വലുതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രത്യുപകാരം ഞങ്ങൾക്ക് വേണം. ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചോളാം, വിവരങ്ങൾ അറിയിച്ചോളാം, കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് സൈമൺ അവിടുന്ന് പുറപ്പെടും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എതിരെ വന്ന ഒരാളെ അറിയാതെ ഇടിച്ചിടും. അപ്പൊ അയാളെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിലത്തേക്ക് വീഴുന്നു. ഈ ഫയൽ അയാൾ എടുത്തിട്ട് ഇത് നിങ്ങളുടെ ഫയലാണ്, വാങ്ങിച്ചോളൂ എന്ന് പറയും. ഹീറോ ഇതെന്റേതല്ല, നിങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അല്ല നിങ്ങളുടേതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞിട്ട് ഈ ഫയൽ അയാൾ കൊടുത്തിട്ട് മിണ്ടാതെ അവിടുന്ന് പോയി കളയും. ഹീറോ ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഫോട്ടോയുണ്ട്. ഒപ്പം നേരത്തെ ഫോട്ടോയിൽ കണ്ട ആ പുരുഷനുണ്ട്. അവന്റെ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പുള്ളിക്കാരൻ ഒരു ചൈൽഡ് സെക്സ് ഒഫൻഡറാണ്, ഒരുപാട് കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അയാളെ പറ്റിയുള്ള റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും സൈമൺ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ച ഡോക്യുമെന്റ് കിട്ടിയല്ലോ, നാളെ കാലത്ത് നിങ്ങളുടെ കാറിന്റെ 4 ടയറും പഞ്ചറാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബസ്സിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ബ്രോഡ് സ്ട്രീറ്റ് നമ്പർ 7 ബസ്സിൽ കയറി നിങ്ങളുടെ സ്കൂൾ വഴിയിലൂടെ പോവുക. അതിൽ ബോൾവാർഡ് സ്റ്റോപ്പിൽ ഇറങ്ങി പെഡസ്ട്രിയൻ റാമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ അടുത്ത ബസ്സിൽ ആ ഫോട്ടോയിൽ കാണിച്ച സെക്സ് ഒഫൻഡർ വാൾസാക്ക് അവൻ വരുന്നതായിരിക്കും. അവൻ നിങ്ങളെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് ഈ പെഡസ്ട്രിയൻ റാമ്പിൽ വെച്ച് അവനെ നൈസായി താഴേക്ക് തള്ളിയിട്ട് കൊല്ലണം. കാണുമ്പോൾ സൂയിസൈഡ് ആയിട്ട് തോന്നുള്ളൂ. അവിടെ 2 സെക്യൂരിറ്റി ക്യാമറകളുണ്ട്. അത് രണ്ടും ഞങ്ങൾ ഡിസേബിൾ ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ഒന്നും അറിയില്ല. ഒരു ആത്മഹത്യയോ ആക്സിഡന്റോ ആണെന്ന് വിചാരിക്കുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചൂടായിട്ട് നിങ്ങൾ പറഞ്ഞല്ല ഞാൻ ചെയ്തു, എന്നാൽ ഒരാളെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ വിട്ടേക്കൂ, എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പം സൈമൺ ദ ഹംഗ്രി റാബിറ്റ് ജംപ്സ്, അതാണ് നമ്മുടെ കോഡ് വേർഡ്, അത് മറക്കണ്ട. അവനോട് ഇത് പറഞ്ഞിട്ട് വേണം അവനെ തള്ളിയിടാൻ. ഇതും പറഞ്ഞ് സൈമൺ കോള് കട്ട് ചെയ്യും. ഹീറോ ആണെങ്കിൽ ആകെ ഡിസ്ട്രെസ് ആയിരിക്കുക. ഭാര്യയോട് വെറുതെ ചൂടാകുന്നുണ്ട്. ഭാര്യയ്ക്ക് മനസ്സിലാകും ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. പിറ്റേന്ന് ഭാര്യ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നോട് പറഞ്ഞൂടെ. ആകെ മൊത്തം ടെൻഷനിലാണല്ലോ. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എനിക്കൊരു കുഴപ്പമില്ല, വർക്കിന്റെ പ്രഷർ കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, ഇപ്പൊ ഓക്കെയാണ്, ഞാൻ ഓഫീസിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഹീറോ പിറ്റേന്ന് കാലത്ത് ഓഫീസിലേക്ക് പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ കാറിലെ 4 ടയറും പഞ്ചറായി കിടക്കുക. സോ സൈമൺ പറഞ്ഞതുപോലെ തന്നെ അവർ കാറ് പഞ്ചറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബസ്സിൽ വേണം യാത്ര ചെയ്യാൻ. ഹീറോ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു. ഈ സൈമൺ പറഞ്ഞ ബോൾവാർഡ് സ്ട്രീറ്റ് എത്തുമ്പോൾ ഹീറോ ഇറങ്ങേണ്ടതാണ്. എന്നാൽ അവിടെ എത്തിയിട്ടും ഹീറോ ഇറങ്ങില്ല. പേടിച്ച് ബസ്സിൽ തന്നെ ഇരുന്ന് മിണ്ടാതെ സ്കൂളിലേക്ക് വരും. അവിടെ വന്ന് എപ്പോഴും പോലെ ക്ലാസ് എടുത്ത് ബ്രേക്കിന് സ്കൂളിൽ ഒരു ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ഈ സൈമൺ ഹീറോയെ കാണാൻ വരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞതുപോലെ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കില്ലറല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ സൈമൺ അവനൊരു ചൈൽഡ് മോളസ്റ്ററാ, ഒരുപാട് കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നിട്ട് അവനെ കൊല്ലാൻ തനിക്ക് പറ്റിയില്ല. അത് കേൾക്കുമ്പോൾ ഹീറോ, എനിക്കറിയാം അവനൊരു മോശപ്പെട്ട വ്യക്തിയാണെന്ന്, എന്നാൽ അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. ഞാനൊരു സ്കൂൾ ടീച്ചറാ, കില്ലറല്ല, എനിക്കതിനുള്ള കേപ്പബിലിറ്റി ഇല്ല, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കോ. ഇതിന് കഴിവുള്ള ആരെങ്കിലും പിടിക്കുക. ഞാൻ നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. നമ്മൾ ആദ്യം ഡീല് സംസാരിക്കുമ്പോൾ ഒരാളെ കൊല്ലണമെന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കോ എന്ന് പറഞ്ഞ് ഹീറോ ബസ്സിൽ കയറി അവിടുന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഇന്ന് വൈകിട്ട് പുറത്തു പോയി ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കും. ശരി, എന്നാ പിന്നെ പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് ഭാര്യയെ വിളിച്ച് പുറത്ത് ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോയി അവരിയ്ക്കുന്ന സമയത്ത് സൈമൺ അവിടെയും വരുന്നു. അവിടെ വന്ന് പഴയ പരിചയക്കാരനെ പോലെ ഹീറോയെ കണ്ട് സംസാരിച്ച് ഹീറോയുടെ ഭാര്യയും പരിചയപ്പെടും. ആ സമയത്ത് സൈമൺ പറയാ, ഞാൻ ഈ ടൗണിലേക്ക് വന്ന് കുറച്ച് നാളായിട്ടുള്ളൂ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ, അവന്റെ ഭാര്യ കൊല ചെയ്യപ്പെട്ടു,
അതിന്റെ വിഷമത്തിലായിരുന്നു അവൻ. അതുകൊണ്ട് ഞാൻ അവനെ കാണാൻ വന്നതാ. ആ പറച്ചിൽ ഹീറോയ്ക്കുള്ള ഒരു ഭീഷണിയായിരുന്നു. ഇതും പറഞ്ഞ് അവരൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. ഇന്ന് ഞാൻ ഡിന്നർ നിങ്ങളുടെ കൂടെ കഴിച്ചോളാം. അത് കേൾക്കുമ്പോൾ ഹീറോ, ഞാനും എന്റെ ഭാര്യയും ഒരു പ്രൈവറ്റ് മീലിന് വേണ്ടി വന്നിരിക്കുകയാണ്. സൈമൺ ബുദ്ധിമുട്ടിക്കരുത്, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരാമോ? അപ്പൊ സൈമൺ എഴുന്നേറ്റ്, ഷുവറായിട്ടും, ഞാൻ ഈ വിരുന്നിൽ ഒരു കട്ടുറുമ്പാവുന്നില്ല. എന്തായാലും ജെറാൾഡ് എന്നെ വിളിച്ചോളൂ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് സൈമൺ അവന്റെ കാർഡ് കൊടുത്തിട്ട് അവിടുന്ന് മാറിപ്പോ. ഹീറോ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിലെ ഫ്രിഡ്ജ് ഡോറിൽ നോക്കുമ്പം ചൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവനോ ഭാര്യയോ അല്ലാതെ വീട്ടിൽ മറ്റാരുമില്ല. പിന്നെ ആരായിരിക്കണം അങ്ങനെ ചൂസ് എന്ന് എഴുതിയിട്ടുണ്ടാവുക? സൈമന്റെ ആൾക്കാർ ഒരു പക്ഷേ ഇവന്റെ വീട്ടിലേക്ക് വന്നിരിക്കണം. ഇതൊരു ഭീഷണിയായിരിക്കണം. സോ ഹീറോ സൈമൺ കൊടുത്ത നമ്പർ എടുത്തിട്ട് ഭാര്യയോട്, ഞാൻ കാറിൽ ഒരു സാധനം മറന്നു വെച്ചു എന്ന് പറഞ്ഞ് കാറിൽ വന്നിട്ട് സൈമനെ വിളിക്കും. ഇത് ജെറാൾഡാണ്, നീയും ഞാനും തമ്മിലുള്ള കണക്കല്ലേ, അത് നമ്മൾ തമ്മിൽ തീർക്കാം. എന്റെ ഭാര്യയെ വെറുതെ വിട്ടേക്കോ, നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തുതരാം എന്നും പറഞ്ഞിട്ട് ഹീറോ തിരിച്ച് തന്റെ ഫ്ളാറ്റിലേക്ക് കടന്നു വരുമ്പം അവിടെ ഡോറ് തുറന്നിരിക്കുക. ഭാര്യയാണെങ്കിൽ ഡോറ് തുറക്കില്ല. ഹീറോ പോകാൻ നേരം അടച്ചിട്ടായിരുന്നു പോയിരുന്നത്. പിന്നെ ആരാ തുറന്നേന്നറിയില്ല. ഭാര്യയോട്, നീയാണോ ഡോർ തുറന്നേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തുറന്നിട്ടില്ല, ഞാൻ കരുതി നിങ്ങൾ വന്നിട്ടുണ്ടാവുമെന്ന്. ആരോ വന്ന ശബ്ദം കേട്ടിരുന്നു. ഹീറോ ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പം ആ ചൂസ് എന്നുള്ളത് വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ അവൻ മാച്ചു കളഞ്ഞായിരുന്നു. രാത്രി ഒരു സമാധാനമില്ലാതെയാണ് ഹീറോ കിടന്നുറങ്ങുക. കാരണം പിറ്റേന്ന് രാവിലെ ഒരാളെ ഹീറോയ്ക്ക് കൊല്ലേണ്ടതുണ്ട്. അയാളെ കൊന്നില്ലെങ്കിൽ സൈമന്റെ ആൾക്കാർ ഹീറോയുടെ ഭാര്യയെ ഇല്ലാതാക്കി കളയും. സോ കാലത്ത് എഴുന്നേറ്റ് ഭാര്യയ്ക്ക് ഒരു ലവ് യു പറഞ്ഞ് ഹീറോ സൈമൺ പറഞ്ഞ ബസ്സും എടുത്ത് അവന്റെ സ്കൂൾ വഴിയിലൂടെ യാത്ര പോവാണ്. അവർ പറഞ്ഞ സ്റ്റോപ്പിൽ ഈ ദിവസം ഇറങ്ങുവൻ. ഇറങ്ങിയിട്ട് പെഡസ്ട്രിയൻ റാമ്പിൽ കാത്തിരിക്കുക, ആ ഫോട്ടോയിൽ കാണിച്ച ആള് വരാൻ വേണ്ടിയിട്ട്. അയാൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നു. ഒരു സൈക്കിളും കയ്യിൽ പിടിച്ച് ഈ റാമ്പിലൂടെ നടന്നു വരാം. അപ്പൊ ഹീറോ എതിരെ നിന്നിട്ട്, വാൾസാക്ക്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ വാൾസാക്ക് ഹീറോയ്ക്ക് നേരെ അവന്റെ കയ്യിലുണ്ടായിരുന്ന സൈക്കിൾ വലിച്ചെറിഞ്ഞിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരും തമ്മിൽ പിടിയും വലിയുമായി. അതിലയാൾ സ്ലിപ്പായി നിലത്തേക്ക് അടിച്ചു വീണ് വണ്ടി കയറി ആ സ്പോട്ടി വെച്ച് തന്നെ മരണപ്പെടുക. സോ ഹീറോ അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, സംസാരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴേക്കും അയാൾ കച്ചറുണ്ടാക്കി സ്വയം നിലത്ത് വീണ് ചാവപ്പെടുകയാണ് ഉണ്ടായത്. കൊലപാതകം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഈ സീൻ നടന്ന സ്ഥലത്ത് ഹീറോ ഉണ്ടായിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് ആൾ അവിടുന്ന് സ്ഥലം കാലിയാക്കാണ്, ഓടുകയാണ്. ആകെ പേടിച്ച് വിറച്ചിട്ടുമുണ്ട്. ഈ നേരം ഭാര്യ ഹീറോയുടെ കേടായ കാറ് വർക്ക്ഷോപ്പുകാരെ വിളിച്ച് ടോൾ ചെയ്ത് പൊക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോഴാണ് കാറിനകത്തുള്ള സാധനങ്ങൾ ഭാര്യ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്റെ കഴുത്തിൽ നിന്ന് ആ റേപ്പിസ്റ്റ് പറിച്ചെടുത്തോണ്ട് പോയ നെക്ലസ്, ഭർത്താവ് തന്ന നെക്ലസ്, ഈ കാറിനകത്തിരിക്കുന്ന അവൾ കാണാം. ഈ നേരം ഹീറോ പരിപാടിയും കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടാവും. സ്കൂളിലെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്താണ് സൈമൺ ഹീറോയെ വിളിച്ച്, നീ നല്ല വൃത്തിക്കാണ് ജോലി ചെയ്തത്, വാൾസാക്ക് മരണപ്പെട്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തില്ല, നിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സൈമൺ കോള് കട്ട് ചെയ്യും. ഹീറോ ആകെ ടെൻഷനിലിരിക്കുക. ആ സമയത്ത് രണ്ട് പിള്ളേർ അടികൂടുന്ന കാണുമ്പോൾ അതിലെ വെടക്ക് ചെറുക്കനെ മോന്തയിലൊരു കുത്തു കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വെടക്ക് ചെക്കനായാലും മൈനർ ആണല്ലോ, ചെറിയ പയ്യനാണല്ലോ. ഹീറോ ഒരു ടീച്ചറുമാണ്. അതുകൊണ്ട് കൊച്ചിനെ തല്ലിയ കുറ്റത്തിന് ഹീറോയെ 3 ആഴ്ച സ്കൂള് സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷനും വാങ്ങിച്ച് ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കും. ഹീറോ ഇന്ന് ഹാഫ് ഡേ ആണെന്ന് പറയും. നീ എന്നോട് കള്ളം പറയണ്ട, നിന്നെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരം നിന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ട് ഭാര്യ നെക്ലസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. സത്യം പറ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് കേൾക്കുമ്പോൾ ഹീറോ, എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ, എന്നോട് ക്ഷമിക്കുന്നു പറയും. ഉടനെ ഭാര്യ ദേഷ്യപ്പെട്ട്, എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് നിന്നോടെന്നെ ക്ഷമിച്ചിട്ട് ഇവിടെ ഇരുന്നോ, ഞാൻ പോവാണ്, എനിക്ക് പുറത്ത് പണിയുണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോ. ഭാര്യ പോയി 5 മിനിറ്റ് ആയില്ല. അപ്പോഴേക്കും 2 പോലീസുകാർ വന്ന്, അലൻ മാഷിനെ നിങ്ങൾ കൊല ചെയ്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണെന്നും പറഞ്ഞ് ഹീറോയെ പിടിച്ചോണ്ടുപോകും. ഹീറോയ്ക്ക് അലൻ മാഷ് ആരാണെന്ന് അറിയില്ല. ആരാണ് അലൻ മാഷ് എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഇവരെ പിടിച്ചോണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് ഹീറോയുടെ ഒരു ഫൂട്ടേജ് കാണിച്ചു കൊടുക്കും. അതിൽ ഈ പെഡസ്ട്രിയൻ പാതയിൽ അലൻ മാഷ് വരുന്നതിന് തൊട്ട് മുന്നേ ആയി ഹീറോ പോകുന്നതിന്റെ വീഡിയോ ഉണ്ട്. അതേപോലെ അലൻ മാഷ് താഴെ വീണ് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് പേടിച്ച് ഓടുന്നതിന്റെ വീഡിയോയും ഉണ്ട്. ഇത് മാത്രമേ പോലീസുകാർക്ക് എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവര് ഹീറോ കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഈ അലൻ മാഷിൽ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ പോലീസുകാര് അവിടെ 2 ക്യാമറ ഉണ്ടായിരുന്നു. ഒരു ക്യാമറയുടെ ഫുട്ടേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, രണ്ടാമത്തെ ക്യാമറയുടെ കിട്ടിയിട്ടില്ല. അതിന് ഹീറോ, ആ രണ്ടാമത്തെ ക്യാമറയുടെ ഫൂട്ടേജ് കൂടെ എടുക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനല്ല കുറ്റക്കാരനെന്ന്, എനിക്ക് അയാൾ അറിയില്ല. എന്നാൽ പോലീസുകാർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. രണ്ടാമത്തെ ക്യാമറയിലെ ഫൂട്ടേജ് അവിടെ ഇല്ല. മാത്രമല്ല, നിങ്ങൾക്കെതിരായി മറ്റൊരു തെളിവ് കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അലൻ മാർഷലിന്റെ മൊബൈൽ ഫോൺ ഹീറോയ്ക്ക് അവർ കാണിച്ചു കൊടുക്കും. അതിൽ ഈ അലൻ മാർഷൽ ഹീറോയെ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് സൂവിലേക്ക് പോയപ്പോൾ ഹീറോയുടെ വീഡിയോ റെക്കോർഡ് ആയിരിക്കുന്നത് അലൻ മാർഷലിന്റെ മൊബൈലിലാണ്. എന്താ സംഭവിക്കണമെന്ന് നമ്മുടെ ആൾക്ക് മനസ്സിലാവില്ല. ഹീറോ
പറയും എനിക്കൊരു ലോയറെ വേണം, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല, എനിക്കൊരു ലോയറെ വേണം. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഹീറോ അറിയുന്നത്. ഈ അലൻ മാർഷൽ ഒരു ജേർണലിസ്റ്റ് ആണ്, പത്രക്കാരനാണ്. ഹീറോ വിചാരിച്ചതുപോലെ റേപ്പിസ്റ്റ് അല്ല, അയാൾ ഒരു ജേർണലിസ്റ്റ് ആണെന്ന് ഈ പോലീസുകാർ പറയും. നമ്മുടെ ആള് തലയൊക്കെ ചുറ്റി നിൽക്കുമ്പം പോലീസുകാര് അവരെ മൂത്ത ഡീനിനെ വന്ന് കാണുന്നു. അയാളൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. നമുക്കിപ്പോ അവനെതിരായിട്ട് സോളിഡ് എവിഡൻസ് ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ മൂത്ത ഡീൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് അൺറിസോൾവ്ഡ് കേസുകളുണ്ടല്ലോ, ഈ കേസിന് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഡീൻ നേരെ ഹീറോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുറിയിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് ഹീറോയോട് പറയും, മിസ്റ്റർ ജെറാർഡ്, ഞാൻ ലൂട്ടനന്റ് ഡെർഗൻ ആണ്, എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ മാനസിക അവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ടാണ്. തിങ്കളാഴ്ച കഴിഞ്ഞ് ഏത് ദിവസമാണ് വരുന്നത്? ഹീറോ, ഇതെന്ത് ചോദ്യമാണ്, LKG പിള്ളേരെടുത്ത് ചോദിക്കുന്ന പോലെ. എനിക്കൊരു ലോയറെ വേണം. അപ്പോൾ പോലീസുകാരൻ വീണ്ടും ചോദിക്കും, തിങ്കളാഴ്ച കഴിഞ്ഞ് ഏത് ദിവസമാണ് വരുന്നത്? ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാം. ഹീറോ പറയും ചൊവ്വാഴ്ച. തന്റെ ഫേവറേറ്റ് കളർ ഏതാ? ഹീറോ പറയും പർപ്പിൾ. ഓക്കെ. കുഞ്ഞുങ്ങൾ അൺഹാപ്പി ആണെങ്കിൽ അവർ കരയും. ഓക്കെ. ദ ഹംഗ്രി റാബിറ്റ്. ഈ ചോദ്യം ഹീറോ പ്രതീക്ഷിച്ചല്ല, അത് വില്ലന്മാരുടെ കോഡ് വേട. പോലീസുകാരൻ അത് പ്രയോഗിക്കുമെന്ന് ഹീറോ പ്രതീക്ഷിച്ചില്ല. ദ ഹംഗ്രി റാബിറ്റ് ജംപ്സ് എന്നാണ് ആ കോഡ് വേർഡിന്റെ പൂർണ്ണ രൂപം. സോ ഹീറോ ജംപ്സ് എന്ന് പറയുന്നു.